ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. ഈശോയുടെ സഹനങ്ങളെയും ഈശോയുടെ മരണത്തെയും ധ്യാനിക്കുന്ന ഒരു വിലയേറിയ ദിവസം. ഇന്ന് വീണ്ടും ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ആചരിക്കുമ്പോൾ കുരിശിനെ പറ്റി തന്നെ നമുക്ക് ധ്യാനിക്കാം. പ്രിയപ്പെട്ടവരെ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് ഒരുക്കുന്ന വചനാമൃതത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഇന്നത്തെ ദിവസം ഈ വിചിന്തനം നടത്തുന്നത്. ഈ വചനാമൃതം എന്ന ഈ പ്രോഗ്രാമിലൂടെ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും ക്രൂശിതനായ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധ കുരിശിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു എടുത്ത ആ കുരിശിനെ പറ്റി തന്നെ, യേശു മരിച്ച കുരിശിനെ പറ്റി തന്നെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. യേശുവിൽ നിന്ന് മാറ്റി ഒരു കുരിശിനെ പറ്റി നമ്മൾ ധ്യാനിച്ചാൽ, ചിന്തിച്ചാൽ ആ കുരിശിന് നമുക്ക് അർത്ഥം കണ്ടെത്താൻ പറ്റില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മെ തളർത്തുന്നതാണ് കുരിശ്, നമ്മെ വേദനിപ്പിക്കുന്നതാണ് കുരിശ്, നമ്മെ നിരാശപ്പെടുത്തുന്നതാണ് കുരിശ്. പക്ഷേ ആ കുരിശിനെ യേശുവിനോട് ചേർത്ത് നിർത്തി കാണുമ്പോൾ അതിന് അർത്ഥമുണ്ടാകുന്നു. പ്രശസ്ത ചിന്തകനും ദൈവശാസ്ത്രജ്ഞനുമായ ഫുൾട്ടൻ ജെ ഷീൻ കുരിശിനെ പറ്റി പ്രതിപാദിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: യേശുനാഥന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസംഗപീഠമാണ് കുരിശ്. യേശുനാഥൻ പ്രസംഗിക്കാൻ പല സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. സമതലങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്, കുന്നുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്, പത്രോസിന്റെ വള്ളം തിരഞ്ഞെടുത്തിട്ടുണ്ട്, സിനഗോഗ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷേ യേശുനാഥന് ഏറ്റവും ഇഷ്ടമുള്ള പ്രസംഗപീഠം എന്ന് പറയുന്നത് കുരിശാണ്. ആ കുരിശിൽ കിടന്നുകൊണ്ടാണ് അവിടുന്ന് സ്നേഹത്തിൻ്റെ പൂർണ്ണത എന്തെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത്. ആ കുരിശിൽ കിടന്നുകൊണ്ടാണ് എങ്ങനെ ക്ഷമിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചത്. ആ കുരിശിൽ കിടന്നുകൊണ്ടാണ് സഹനങ്ങൾ എങ്ങനെ സ്വീകരിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ ഈശോ തൻ്റെ പഠനങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് തരുന്നത് കുരിശ് എന്ന പ്രസംഗപീഠത്തിൽ കിടന്നുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുരിശിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഈശോയോട് ചേർന്ന് തന്നെ ഒരു യാത്ര ചെയ്ത് ഈ കുരിശിനെ പറ്റി നമുക്ക് ധ്യാനിക്കാം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 51-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരുന്നപ്പോൾ അവൻ ജെറുസലമിലേക്ക് പോകാൻ ഉറച്ചു. പ്രിയപ്പെട്ടവരെ, ആരോഹണത്തിൻ്റെ നാളുകൾ പൂർത്തിയായിക്കൊണ്ടിരുന്നപ്പോൾ എന്നാണ് പറയുന്നത്. ആരോഹണത്തിൻ്റെ നാളുകൾ എന്ന് പറയുന്നത് യേശുവിൻ്റെ പീഡാസഹനങ്ങളുടെ നാളുകളാണ്, യേശുവിൻ്റെ മരണത്തിൻ്റെ നാളുകളാണ്. ആ നാളുകൾ സമീപിക്കുമ്പോൾ അവൻ ജെറുസലമിലേക്ക് പോകാൻ ഉറച്ചു. വചനം അങ്ങനെയാണ് പറയുന്നത്. യേശുനാഥൻ അറിയാം താൻ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്ന്, പിതാവ് തന്നെ എന്തിനാണ് ഈ ലോകത്തിലേക്ക് അയച്ചതെന്ന്. അത് ഈ ആരോഹണത്തിന് വേണ്ടിയാണ്. എവിടേക്കാണ് ഈ ആരോഹണം? ഈ ആരോഹണം കുരിശിലേക്കാണ്. കർത്താവിനറിയാം. അതുകൊണ്ട് അവിടുന്ന് തീരുമാനിച്ചുറയ്ക്കുകയാണ്. യേശുനാഥൻ ദൈവവും മനുഷ്യനുമായിരുന്നു. മാനുഷികമായി ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഈ ആരോഹണത്തിന് പോകണ്ട എന്ന് തോന്നാം.
എന്തിനാണ് ഈ കുരിശിലേക്കുള്ള യാത്ര? എന്തിനാണ് ഈ കാൽവരിയിലേക്കുള്ള യാത്ര? എന്തിനാണ് ഈ വേദനിപ്പിക്കുന്ന സഹനങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന ആരോഹണം? ഒഴിവാക്കാമല്ലോ. പക്ഷേ യേശുനാഥൻ തീരുമാനിച്ചുറയ്ക്കുകയാണ്, പോകണം, ആരോഹണത്തിനായി പോകണം. അങ്ങനെ യേശുനാഥൻ തീരുമാനിച്ചുറച്ച് ജെറുസലമിലേക്ക് പോവുകയാണ്. സുവിശേഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ യാത്ര ജെറുസലമിലേക്കുള്ളൊരു യാത്രയാണ് നമ്മൾ കാണുന്നുണ്ട്. അത് സഹനങ്ങളിലേക്കുള്ളൊരു യാത്രയാണ്, അത് കുരിശിലേക്കുള്ളൊരു യാത്രയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് യേശു ഈ ഒരു യാത്ര ഇങ്ങനെ നടത്തുന്നത്? ഇത് ആരോഹണത്തിന്റെ നാളുകളാണെന്ന് മനസ്സിലാക്കി, സഹനത്തിന്റെ നാളുകളാണെന്ന് മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് യേശു ആ യാത്ര ഏറ്റെടുക്കുന്നത്? 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒന്ന്, സഹനമെന്ന ഒരു അനിവാര്യത മനുഷ്യജീവിതത്തിലുണ്ട്. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. സഹനം എന്ന് പറയുന്ന ഒരു അനിവാര്യത, കുരിശ് എന്ന് പറയുന്ന ഒരു അനിവാര്യത. സഹനമില്ലാത്തത് ആർക്കാണ് പ്രിയപ്പെട്ടവരെ? നമ്മളൊരു പക്ഷേ ചിരിച്ചു നടക്കുന്ന ഒരു മനുഷ്യനെ അടുത്തുനിന്ന് പരിചയപ്പെടുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരന്തങ്ങളും നമ്മൾ മനസ്സിലാക്കും. ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല ഈ സഹനങ്ങളെ. അത് അനിവാര്യമാണ്. യേശുനാഥൻ പറയുന്നു, നിന്റെ ജീവിതത്തിലും സഹനങ്ങൾ കടന്നു വരും. അത് സ്വീകരിക്കാൻ നീ തയ്യാറാകണം. വീണ്ടും യേശുനാഥന്റെ ഈ ആരോഹണത്തിന്റെ വലിയൊരു പ്രത്യേകത, ഇത് പിതാവിന്റെ ഹിതമാണ്, പിതാവിന്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ആരോഹണത്തിന് ഞാൻ ഒരുങ്ങണം. പല സഹനങ്ങളും അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും, നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഒരിക്കൽ ക്യാൻസർ പിടിപെട്ട് മരണാസന്നനായി കിടക്കുന്ന എൻ്റെ ഒരു പ്രിയ സുഹൃത്തിനെ കാണാനായിട്ട് പോയി. വളരെ പ്രയാസത്തോടെയാണ് അദ്ദേഹത്തെ കാണാനായിട്ട് ചെല്ലുന്നത്. വേദന നിറഞ്ഞ ഹൃദയത്തോടെയാണ് കാണാനായിട്ട് ചെല്ലുന്നത്. കണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, സാരമില്ല എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാതെ എങ്ങനെയാണ് ഇതുപോലെയൊരു മനോഭാവത്തിലേക്ക് കടന്നു വരാൻ പറ്റുന്നത്? എനിക്ക് സാരമില്ല എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്. അപ്പോൾ പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് അത് സ്വീകരിച്ചു, പിതാവിൻ്റെ ഹിതമായി അത് മനസ്സിലാക്കി. അതുകൊണ്ടാണല്ലോ യേശുനാഥൻ്റെ ഒരു പ്രാർത്ഥന, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. അവിടുന്നാണ് ഈ ജോലി എന്നെ ഏൽപ്പിക്കുന്നത്. ജോലി എന്താണ്? അത് കുരിശ് ചുമക്കുക എന്ന ജോലിയാണ്. അത് പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ നമുക്കത് ഏറ്റെടുക്കാനും ആ സഹനങ്ങളിലൂടെ മുന്നോട്ട് പോകാനുമുള്ള ശക്തിയും അവിടുന്ന് തരും. മൂന്നാമത്, യേശുനാഥൻ ഈ ആരോഹണത്തിന് പോകുമ്പോൾ അവിടുത്തെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം, ഇതിലൂടെ ലോകത്തിൻ്റെ രക്ഷ, ലോകത്തിൻ്റെ പരിത്രാണം സംഭവിക്കുന്നു. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ആരോഹണം, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ സഹനം, ഈ മരണം. അങ്ങനെ കർത്താവ് ആരോഹണത്തിനായിട്ട് പോവുകയാണ്. എൻ്റെയും നിന്റെയും ഒക്കെ സഹനങ്ങൾക്ക് ഒരു രക്ഷാകര മൂല്യമുണ്ട്. അതൊരു പക്ഷേ ഉടനെ മനസ്സിലാക്കാനോ ഉടനെ അതിന് വിവേചിച്ചെടുക്കാനോ സാധിച്ചെന്ന് വരില്ല. അത് ആ രക്ഷാകര മൂല്യം എൻ്റെ ജീവിതത്തിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ക്രമേണ തെളിഞ്ഞു വരും. ഒരു രക്ഷാകര മൂല്യമുണ്ട് സഹനത്തിന്, കുരിശിന്. യേശുനാഥൻ അത് മനസ്സിലാക്കി. അതുകൊണ്ടാണല്ലോ മരണത്തിൻ്റെ ആ നിമിഷത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് പിടഞ്ഞ് യേശു തൻ്റെ ജീവിതം പിതാവിന് സമർപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 46-ാമത്തെ തിരുവചനമാണ്.
അവിടെ യേശുനാഥൻ ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിതാവ് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി, ഇതാ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. അതിന് തൊട്ട് താഴെയുള്ള വചനത്തിൽ നമ്മൾ വായിക്കും, ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശുനാഥൻ തൻ്റെ പ്രാണനെ സമർപ്പിച്ച ആ നിമിഷം തന്നെ യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ മുൻകൈയെടുത്ത ശതാധിപൻ പറയുകയാണ്, ഇവൻ നീതിമാനായിരുന്നു. യേശുവിൻ്റെ മരണത്തിൻ്റെ രക്ഷാകര മൂല്യം അപ്പോൾ തന്നെ പ്രത്യക്ഷപ്പെടുകയാണ്. സഹനങ്ങൾക്ക് രക്ഷാകര മൂല്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച കുരിശിനെ പറ്റി ധ്യാനിക്കുമ്പോൾ നമുക്ക് ഈ 3 ചിന്തകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ഈശോനാഥൻ കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്ന 3 കാര്യങ്ങൾ. 1, സഹനം അനിവാര്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹനം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. സഹനങ്ങൾ വരുമ്പോൾ അത് പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം. അത് സ്വീകരിക്കാനും അത് ഏറ്റെടുക്കാനുമുള്ള ശക്തി അവിടെ നമുക്ക് തരും. 3-മതായി, ഈ കുരിശിലൂടെ നമുക്ക് ഒരു രക്ഷ കൊടുക്കാൻ, മറ്റുള്ളവർക്കായിട്ട് കൊടുക്കാൻ സാധിക്കും. ഈ ചിന്തകളോടെ നമുക്ക് കുരിശിനെ സമീപിക്കാം. ഈ ചിന്തകളോടെ നമുക്ക് നമ്മുടെ സഹനങ്ങളെ സമീപിക്കാം. ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം നമ്മുടെ സഹനങ്ങളും നമ്മുടെ വേദനകളുമെല്ലാം കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കാം. അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ മേൽ അവിടുന്ന് കൃപ വർഷിക്കട്ടെ. അവിടുത്തെ കാരുണ്യം നമ്മുടെ മേലുണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.